നമസ്കാരം. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. അഹമ്മദാബാദിലെ ഷാഹിബാഗ് ആസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന 33-കാരിയായ റിംഗിൾ ഹസ്മുഖ് വൻസാരെയാണ് ഗാന്ധിനഗറിലെ സെക്ടർ 24 സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. യുവതിയുടെ നഗ്നമായ മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കാമുകനായ മോഹൻ നാഗ്ചി പർഗിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തു. 15 വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. 2005-ൽ വിവാഹിതനായ മോഹന് 4 വയസ്സുള്ള കുട്ടിയുണ്ട്. ഭാവ്നഗറിലെ ഗരിയാദർ സ്വദേശികളായ ഇരുവരും കോളേജ് കാലത്ത് പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും യുവതിയുമായിട്ടുള്ള ബന്ധം ഇയാൾ തുടർന്നു. റിംഗിൾ വിവാഹം കഴിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും മോഹൻ വിസമ്മതിച്ചു. ഇതിനിടയിലുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ മോഹൻ യുവതിയുടെ മുഖം തുണി ഉപയോഗിച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. സെപ്റ്റംബർ 29-ന് രാത്രിയിലാണ് കൊലപാതകം നടന്നത്. സ്നാപ്ചാറ്റ് വഴി ആശയവിനിമയം നടത്തിയതിനു ശേഷം മോഹൻ അമേരിയിൽ നിന്ന് ബസ്സിൽ അഹമ്മദാബാദിലെത്തുകയും അവിടെ നിന്ന് സ്വകാര്യ വാഹനം പിടിച്ച് ഗാന്ധിനഗറിലെ യുവതിയുടെ ക്വാർട്ടേഴ്സിലെത്തുകയുമായിരുന്നു. അന്നേ ദിവസം രാത്രി 9:30 റിംഗിൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. സഹോദരനും ഭാര്യയും ബന്ധുവീട്ടിൽ പോയിരുന്നതിനാൽ യുവതി വീട്ടിൽ തനിച്ചായിരുന്നു. തൊട്ടുമുമ്പ് ഏകദേശം 9 മണിയോടെ മോഹൻ ക്വാർട്ടേഴ്സിലെത്തി. ഇരുവരും തമ്മിൽ വിവാഹത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഈ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം നടന്നത്. കൊലയ്ക്ക് ശേഷം വീടിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി മോഹൻ കടന്നു കളയുകയായിരുന്നു. യുവതിയെ ഫോണിൽ കിട്ടാതായതോടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പരിശോധിച്ചതിലൂടെ മോഹനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. റിംഗിളിന്റെ ഫോണിലേക്ക് എത്തിയ അവസാന കോളുകളിൽ ഒന്ന് മോഹൻ്റേതായിരുന്നു. ഈ നമ്പറിലേക്ക് അന്വേഷണ സംഘം വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്തത് കൂടുതൽ സംശയം ജനിപ്പിച്ചു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. മോഹൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ പ്രതിക്കെതിരെ കൊലപാതക കുറ്റങ്ങളടക്കം ചുമത്തിയിട്ടുണ്ട്.